ഒരു കക്ഷിയാണ്ട് ദൂരെ നിന്ന് ഓടി വരുന്ന കണ്ടോ. ആളെ കണ്ടിട്ട് നല്ല പ്രായമുണ്ട്. എന്താ സംഭവം എന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചാലോ. ഒന്ന് തിരിച്ച് വണ്ടി തിരിച്ച്. എന്തായാലും ഒപ്പം പോട്ടെ. നല്ല സ്പീഡിലാണ് ഓടുന്നത് അല്ലേ. ആളെ കണ്ടിട്ട് നല്ല പ്രായമൊക്കെ ഉണ്ട്. സൈഡിലത്തെ മുടിയൊക്കെ നരച്ചായിരിക്കുന്നു. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാ പരിപാടി? നാളെ എന്റെ 69ാമത്തെ ബർത്ത്ഡേ. ഓ, അപ്പോ എല്ലാവരും ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഒരു ആഘോഷം നടത്താൻ വിചാരിച്ചു. അതെന്താ ആഘോഷം? അല്ല, ഈ ഓടുന്നതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താ? ഈ എത്രാമത്തെ ബർത്ത്ഡേ? 69ാമത്തെ ബർത്ത്ഡേ അല്ലേ? ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള പോളേട്ടൻ എന്ന് പറയുന്ന ആളാണോ? അങ്ങനെയാണ്. അങ്ങോട്ട് ഒന്ന് നിർത്തിക്കും ഒരു മിനിറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. 69ാമത്തെ വയസ്സിലും അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ കേട്ടാൽ നമ്മൾ വിശ്വസിക്കാൻ മതിക്കുന്ന വലിയ അച്ചീവ്മെന്റ്സിന് ഉടമയായ എറണാകുളം സ്വദേശിയായ പോളേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന പോൾ പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. കേരളത്തിലെ മാരത്തോൺ ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം പോളേട്ടൻ. നമസ്കാരം. എന്നാണ്ട് വിശേഷമൊക്കെ? എന്ത് വിശേഷം? 69ാമത്തെ ബർത്ത്ഡേ അല്ലേ? നാളെ. പോളേട്ടനെ കുറിച്ചിട്ട് പത്രത്തിലും കുറെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മാരത്തോൺ, ഈ ഓട്ടത്തിലേക്ക് വരുന്ന ഏത് സമയത്താണ്? ഒത്തിരി വർഷം കൊച്ചിലോട്ട് ഓടുന്നുണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യത്തെ ഫുൾ മാരത്തൺ ഓടിയത് ആഫ്റ്റർ മൈ റിട്ടയർമെന്റ് അറ്റ് ദി ഏജ് ഓഫ് 60. 60ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഫുൾ മാരത്തോൺ. ഫുൾ മാരത്തോൺ എന്ന് പറയുമ്പോൾ 42.2 കിലോമീറ്റർ അല്ലേ? പ്രിസൈസ്ലി 42.195 കിലോമീറ്റർ. അത്രയാണ് ഒരു ഫുൾ മാരത്തോൺ എന്ന് പറയുന്നത്. ഫുൾ എന്ന് പറയണ്ട, മാരത്തോൺ എന്ന് പറഞ്ഞാൽ മാരത്തോൺ എന്ന് പറഞ്ഞാൽ അതാണ്. മാരത്തോണിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അത് എത്ര എണ്ണം ഓടിയിട്ടുണ്ട് ഇതുവരെ? ഇപ്പൊ 142 എണ്ണം കഴിഞ്ഞു. എത്രാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയി? 60 വയസ്സ് മുതൽ 69 വയസ്സ് വരെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 142 എണ്ണം ഓടിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞു. കേരളത്തിൽ വന്നപ്പോ ഇങ്ങനെ ഒരാളേ ഉള്ളു, വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ 42.195 എന്ന് പറഞ്ഞാൽ അത് അത്രയും ദൂരം ഓടിയിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ? ഇല്ല, അതാണ് മാരത്തോൺ. അതിന്റെ മുകളിൽ എത്ര ദൂരം ഓടുന്നതിനും അൾട്രാ മാരത്തോൺ എന്ന് പറയും. ഓ, ശരി. അൾട്രാ മാരത്തോൺ ഞാൻ ഒരുപാട് അൾട്രാ ഓടിയിട്ടുണ്ട്. അൾട്രാ മാരത്തോൺ 142 മാരത്തോൺ എന്ന് പറഞ്ഞതിൽ 36 എണ്ണം അൾട്രാ മാരത്തോൺ. എത്ര കിലോമീറ്റർ വരെയാണ്? അതായത് ഞാൻ എന്റെ ഏറ്റവും കൂടിയ ദൂരം എന്ന് പറയുന്നത് 210 കിലോമീറ്റർ. 210 കിലോമീറ്റർ? ഇപ്പൊ ഇവിടെ നോടി തിരുവനന്തപുരത്ത് എന്നാലും ആവത്തില്ല, ഏകദേശം അത്രയാവും. 210 കിലോമീറ്റർ. അതൊരു ഈവന്റ് ആയിരുന്നു. അത് എവിടെ വെച്ചിട്ട്? കണ്ണൂർ ബാംബു അൾട്രാ എന്നായിരുന്നു ആ ഈവന്റ്. അത് ഞാൻ എന്റെ 65ാമത്തെ വയസ്സിലാണ്. 65ാമത്തെ വയസ്സിൽ 210 കിലോമീറ്റർ കണ്ണൂർ ബാംബു അൾട്രാ. ബാംഗ്ലൂരിനടുത്തത്. ഇതുപോലത്തെ അത്ഭുതങ്ങൾ വല്ലതും ഇനിയുണ്ടോ? ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, ഈ 210 അല്ലാതെ 100 മൈൽ അങ്ങനെ? അയ്യോ, അതുണ്ട്. അത് താഴെയാണെന്ന് ചെറുതൊന്നും എടുക്കത്തില്ല. ഈ 100 മൈൽ എന്ന് പറഞ്ഞാൽ 161 കിലോമീറ്റർ വരും. അത് ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകെ ഒരാളെ ഉള്ളു ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്ത്. വേറെ രണ്ടുപേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? എന്നാലും നമുക്കറിയാവുന്നതിൽ ഒരാള് പോളേട്ടനാണ്. 210 എന്തായാലും പോളേട്ടനാണ്. അത് ഞാൻ ഈവന്റ് ആയിരുന്നു, ഞാൻ ഓടിയിട്ടുണ്ട്. ഓ, ശരി. എന്നപ്പോ 50, 60, 70, 80, 100 ഒക്കെ ധാരാളം ഓടിയിട്ടുണ്ട്. ഈ അൾട്രാ മാരത്തോണിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 50, 60, 75, 90, 100, 110, 161, 210 അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഓടിയത്. ഇത്രയും ദൂരം ഞാൻ ഓടിയിട്ടുണ്ട്. ഞാൻ ഓടാൻ എനിക്ക് ദൈവാനുഗ്രഹം സാധിച്ചില്ല. ഇപ്പൊ ഈ 42-ന് താഴെയുള്ള കാര്യം പറഞ്ഞാലോ? 42 താഴെ 21.1 കിലോമീറ്റർ, അതായത് പകുതി. അതിന്റെ പകുതി അതാണ് ഹാഫ് മാരത്തോൺ. അത് ഞാനിപ്പം 349 എണ്ണം ഓടിക്കഴിഞ്ഞു. അപ്പൊ നാളെ ബർത്ത്ഡേക്ക് ഞാൻ 350ാമത്തെ ഓടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. 350ാമത്തെ ഹാഫ് മാരത്തോൺ ഓടി 69ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആഘോഷിക്കും. അത് തന്നെ എന്റെ ആഗ്രഹം. എന്റെ മച്ചാനെ, നിങ്ങൾക്ക് 69 ആണോ? സത്യത്തിൽ അത്ര ഉണ്ടോ? 69 വയസ്സുണ്ട്. ഉണ്ടോ? തെളിവ് വല്ലതും ഉണ്ടോ? തെളിവെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ബുക്ക് ഉണ്ടല്ലോ, അത് കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത്, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മണി. എനിക്ക് കുറച്ച് ആരാധകർ കൂടുതലുള്ള ആണ് ഞാൻ. കേരളത്തില് ഫാൻസ് ഉള്ള മാരത്തോൺ ഓട്ടക്കാരനാണ്. പോളേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഓടുമ്പോ എന്റെ കൂടെ ഓടാനായിട്ട് കുറെ ജനം ഉണ്ടാവും. നാളെ ഒരു 125 പേരുണ്ടാവും എന്റെ പ്രതീക്ഷ. 125 പേര് എന്റെ കൂടെ അവിടെ ഉണ്ടാവും. പോളേട്ടൻ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, 100 കണക്കിന് ആൾക്കാർ വരും. അതുപോലെ ഫാൻസ് ആണ്. അത്ര ഈ ഓട്ടക്കാരുടെ ഇടയിൽ അത്രയൊക്കെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഭാഗ്യവശാൽ ഒരു ഓട്ടക്കാരനാണ് ഞാൻ. ഒരു ഇൻഫ്ലുവൻസർ ആണ് ഓട്ടക്കാർക്കിടയിൽ. അപ്പൊ അത്രയും പേരോട് കൂടെ കൂടി ജന്മദിനം ആഘോഷിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. എവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്? ഇവിടെ ഈ തൃപ്പൂണിത്തറ മിനി ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്, മിനി ബൈപ്പാസ്. അതിന്റെ അറ്റത്ത് ഒരു മിനി ഒരു പാർക്കുണ്ട്. അവിടെയാണ് സ്റ്റാർട്ടും
ഫിനിഷ് അവിടെ തന്നെയാണ്. എനിക്ക് ഇപ്പൊ തോന്നിയ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് അല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ചിന്ത ഇതാണ്. സാധാരണ ഒരാൾ ഒരു ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ അങ്ങോട്ട് ചടഞ്ഞു കൂടി കുറച്ചാൾ കഴിയുമ്പോൾ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയും, ഭാര്യയുടെ എന്തെങ്കിലുമൊക്കെ കുത്തുവാക്ക് കേൾക്കുക, അവർ തന്നെ ശവിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് പോകും. സന്തോഷം മുഖത്ത് കാണത്തില്ല. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പലരുടെയും വിചാരം. അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പോളേട്ടൻ. അത് സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അത് സത്യത്തിൽ പോളേട്ടനെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ അത് തെളിയിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ 62ാമത്തെ വയസ്സിൽ 62ാമത്തെ ബർത്ത്ഡേ ഓടിയത് ആഘോഷിച്ചത് 62 മൈൽ ഓടിയിട്ടാണ്. 162 മൈൽ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഓടിയാണ് 62ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ മനസ്സ് എവിടെയാണോ അവിടെ എൻ്റെ ബോഡി എത്തുമോ എന്നൊന്ന് പരീക്ഷിക്കുക. 2, ഈ പറഞ്ഞ മാതിരി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്യുക. ഈ രണ്ടുപേരും തെളിയിച്ചു. ഈ രണ്ട് കാര്യവും നടന്നു. അപ്പൊ എനിക്കൂടെ വരാമോ നാളത്തെ ബർത്ത്ഡേക്ക്? പിന്നെന്താ. അപ്പൊ ഞങ്ങള് നാളത്തെ ബർത്ത്ഡേക്ക് പോളേട്ടന്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്കൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്കൊക്കെ പോളേട്ടന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് അവിടെ പറയാനുള്ളത്, നമ്മുടെ പിന്നെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം. ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സുഖപ്രദമാവും, സന്തോഷകരമാവും. ബാക്കിയുള്ള സന്തോഷമൊന്നും സന്തോഷമല്ല. അപ്പൊ അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടിപ്പാട്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പോഷാഹാരം കഴിച്ചതുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നല്ല അത്. നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന, ഏത് പ്രായത്തിൽ ചെയ്യാവുന്ന, ഏത് സമയത്തും ചെയ്യാവുന്ന, ഏത് സ്ഥലത്തും ചെയ്യാവുന്ന ഒരു ഇനമാണ്, കായിക ഇനമാണ്. അത് ചെയ്താൽ നല്ലതാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നാളത്തെ ബർത്ത്ഡേക്ക് അവിടെ തൃപ്പൂണിത്തറ മിനി ബൈപ്പാസ് നാളെ രാവിലെ 5 മണിക്ക് എന്നപ്പോ കാണാം. ഞങ്ങളും വരും. ഇതൊക്കെ ഉണ്ടോ? പിന്നെ നമ്മൾ പൊളിക്കും. ഓക്കെ, ബാക്കി നാളെ. ഹായ്, ഗുഡ് മോർണിംഗ്. എന്നപ്പോ ഇന്നലെ നമ്മളോട് പോളേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പോളേട്ടന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന തൃപ്പൂണിത്തറ മിനി ബൈപ്പാസിലുള്ള ഗാന്ധി പാർക്കിൽ എത്തിയേക്കുവാണ്. ഇവിടെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മൈക്ക് സെറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, പോളേട്ടന്റെ ബർത്ത്ഡേ കൂടെ ഓടി ആഘോഷിക്കാനായിട്ട് വന്ന പല ആൾക്കാരും ഈ പാർക്കിന്റെ പല പ്രദേശങ്ങളിലായിട്ട് നിപ്പുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് പറഞ്ഞ സമയം 2 മിനിറ്റ് കൂടി ഇപ്പൊ ലേറ്റ് ആയിരിക്കുവാണ്. നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. ഇപ്പൊ മൈക്കൊന്നും ഇല്ല, മൈക്കൊക്കെ കുറച്ച് കഴിയുമ്പോഴേ റെഡി ആകത്തുള്ളൂ. ഔദ്യോഗികമായിട്ട് ഈ പരിപാടി ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പോളേട്ടന്റെ ചങ്ക് ബ്രോ ആണ്, നമ്മുടെ സാവുചേട്ടൻ, EVMന്റെ MD സാവുചേട്ടനാണ്. സാവുചേട്ടൻ ആശംസ പറഞ്ഞ് പോളേട്ടൻ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് അങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലാഗ് ഒന്നും ഇല്ല, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടൊന്നുമില്ല, ഒരു ഫ്രണ്ട്ലി പരിപാടിയാണ്. വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ സാവുചേട്ടനെ നിറഞ്ഞ കയ്യടിയോടുകൂടി ആശംസകൾ അറിയിക്കാൻ ക്ഷണിക്കുകയാണ്. കമോൺ. ഗുഡ് മോർണിംഗ്. ഇത്തവണ ബിനീഷ് പറഞ്ഞ പോലെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. കാരണം പോളേട്ടന്റെ ഈ ബർത്ത്ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു സ്വീറ്റ് നമ്പറാണ് 69. അപ്പൊ ഇത് വേണോ, ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ അതെയോ അടുത്ത 70 വേണോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിൽ ഏത് വേണമെന്നായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ ഈ ബർത്ത്ഡേ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റൂല, പ്രത്യേകിച്ച് ഈ സെക്സി നമ്പറും കൂടി ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഇത് ചിലവർക്ക് ഇപ്പൊ 10 കിലോമീറ്റർ ഒക്കെ ഓടണം. അപ്പൊ ബിനീഷ് പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ നമ്മള് 10 കിലോമീറ്ററും 5 കിലോമീറ്റർ ഒക്കെ ഓടുന്നവർ ജോയിൻ ചെയ്യും. പക്ഷെ അവസാനം നമ്മൾ തിരിച്ചെത്തുമ്പോൾ വേണ്ട എല്ലാ കലാപരിപാടികളും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ആൻഡ് ടീം, റോയൽ റണ്ണേഴ്സിന്റെ കംപ്ലീറ്റ് ആൾക്കാര് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓട്ടം തുടങ്ങിയിട്ടും അതിന്റെ പിന്നീടുള്ള പല വലിയ എനിക്ക് അൾട്രാ റണ്ണും അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 32 മാരത്തോൺസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും പോളേട്ടന്റെ പങ്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനർജി തന്നതും പോളേറ്റിന്റെ കൂടെ ഉള്ള എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ടോടുകൂടി മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പൊ തീർച്ചയായിട്ടും പോളേട്ടൻ എന്തോരം ഓടുന്നോ അത് എന്നെ സംബന്ധിച്ച് എന്റെ ഓട്ടത്തിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു മെസ്സേജില് നമ്മള് ഈ ലെറ്റസ് ഫ്ലാഗ് ഓഫ് ദിസ് 69th പോളേട്ടൻ ബർത്ത്ഡേ
And from my side also, I'm wishing many happy returns of the day. Thank you, Pauletton. Keep going. Thank you. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പം ഇനി ഞങ്ങളെയൊക്കെ തിരിച്ചു വരുമ്പോഴേ കാണത്തുള്ളൂ. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. അപ്പൊ റെഡി, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 5, 4, 3, 2, 1, ഗോ. ഹാപ്പി ബർത്ത്ഡേ പോളേട്ടാ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് ഓടാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, നമുക്ക് ഫിസിക്കലായിട്ട് കുറെ ആക്ടിവിറ്റി ചെയ്യാൻ കഴിഞ്ഞു. വളരെ ഭാഗ്യമുണ്ട്. അപ്പൊ റെഡി അല്ലേ? വിട്ടോ, ഒന്നും പറയാനില്ല, വിട്ടോ. ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. ഇപ്പൊ പല ഗ്രൂപ്പുകളായിട്ട് ഓട്ടം കഴിഞ്ഞു വരുന്ന പോളേട്ടനെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പോളേട്ടന് കൊടുക്കാനുള്ള ബൊക്കെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ നിൽക്കുവാണ്. ഏജ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പോളേട്ടൻ 350ാമത്തെ ഹാഫ് മാരത്തോൺ ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ റോയൽ റണ്ണേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങിലുള്ള 350ാമത്തെ ഹാഫ് മാരത്തോൺ നമ്മുടെ ഡോക്ടർ ആന്റണി പോൾ കടന്നു വരുന്നു നമ്മുടെ പോളേട്ടന് ആശംസകൾ അറിയിക്കാൻ വേണ്ടി. അടുത്തായിട്ട് നമുക്ക് കേക്ക് കട്ടിംഗ്. റോട്ടറി ക്ലബ് ഓഫ് തൃപ്പൂണിത്തുറയിലെ അംഗങ്ങൾ പോളേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് കടന്നു വരുന്നു. പ്രസിഡന്റ് വിനോദ് പോളിന്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ് ഓഫ് തൃപ്പൂണിത്തുറ, നല്ലൊരു കൈ കൊടുത്തേ. റോട്ടറി ക്ലബ് ഓഫ് തൃപ്പൂണിത്തുറയുടെ പ്രതിനിധികൾ THMന്റെ ഓർഗനൈസേഴ്സ് ആണ്, THMന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആണ് റോട്ടറി ക്ലബ് ഓഫ് തൃപ്പൂണിത്തുറ. ആന്റൺ സാർ ഉണ്ട്, ഓർബിസ് ലൈവ്സിന്റെ MD ആണ്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് വളരെ വിജയകരമായിട്ടുള്ള തൃപ്പൂണിത്തുറ ഹെറിറ്റേജ് റൺ
ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. നമ്മുടെ റണ്ണിംഗ് കമ്മ്യൂണിറ്റി തന്നെ മാതൃകയാക്കാവുന്ന ഒരു വലിയ ഇവന്റ് ആയിരുന്നു അത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനും ഞങ്ങളുടെ പോളേട്ടന് ആശംസ അറിയിച്ചതിന് നന്ദി അറിയിക്കുന്നു. 2 വാക്കുകൾ സംസാരിക്കും. 9 കൊല്ലത്തിൽ പോളേട്ടന് ഓടിയുന്നത് 12,750 കിലോമീറ്ററാണ് ഈ ഭൂമിയുടെ ചുറ്റളവ്. 2.5 തവണ 9 കൊല്ലത്തിൽ ഭൂമി ചുറ്റിയ ഒരു മഹാവ്യക്തിയാണ് ഈ പോളേട്ടൻ. എല്ലാവിധ ആയിരങ്ങൾക്കും ആശംസകളും നേരുന്നു റോട്ടറി തൃപ്പൂണിത്തുറയുടെ പേരിൽ. താങ്ക് യു. ഇതിനൊരു വിജയമാക്കാനായിട്ട് കൂടെ നിന്നതിനും ഞങ്ങളുടെ റണ്ണിംഗ് കമ്മ്യൂണിറ്റിക്ക് പുതിയ ഇവന്റുകൾ സംഭാവന ചെയ്യാൻ വീണ്ടും റോട്ടറി ക്ലബ് ഓഫ് തൃപ്പൂണിത്തുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. അടുത്തായിട്ട് നമ്മുടെ കേക്ക് കട്ടിംഗ് സെറമണിയാണ്. പോളേട്ടന്റെ 69ാമത്തെ ജന്മദിനത്തിന്റെ കേക്ക് പോളേട്ടൻ ഇപ്പൊ കട്ട് ചെയ്യാൻ പോവാണ്. നമസ്കാരം. ആദ്യമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഉള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കുന്ന ആൾ കഴിഞ്ഞോട്ടു. ഞാൻ വളരെ സന്തോഷനാണ് ഇന്ന്. കാരണം ഈ 350ാമത്തെ എൻ്റെ ഹാഫ് മാരത്തോൺ, എൻ്റെ 69ാമത്തെ ബർത്ത്ഡേക്ക് വളരെ ഭംഗിയായി നന്നായി രീതിയിൽ നടത്താൻ നമ്മുടെ റോയൽ റണ്ണേഴ്സ് തൃപ്പൂണിത്തുറയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി ഒരുപാട് നന്നായിരുന്നു. അവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ പോളേട്ടൻ്റെ 69ാമത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ചിലർക്കൊക്കെ കേട്ട അവിശ്വസനീയമാണെന്ന് തോന്നും. പക്ഷേ ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ലെജൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ തന്നെ പല ആൾക്കാരെക്കുറിച്ച് ഇതിനു മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അതോടൊപ്പം മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ കൂടുതൽ എത്തിക്കുക. ഇനി ഇങ്ങനെ വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് സൈനിങ് ഓഫ്. താങ്ക് യു.